ലോകത്തിൽ തന്നെ ഏറ്റവും വിശ്വസിക്കാനാവുന്ന ഏറ്റവും പവർഫുള്ളായ അസാൾട്ട് റൈഫിളുകളിൽ ഒന്നായ ഹെക്ലർ ആൻഡ് കോച്ച് അഥവാ HK416. സാധാരണ സൈനികർക്കല്ല, ശത്രുവിന്റെ നെഞ്ചിലേക്ക് മിന്നൽ വേഗത്തിൽ കയറി ചെല്ലുന്ന നമ്മുടെ എലൈറ്റ് ഫോഴ്സിന് മാത്രമാണ് ഇന്ത്യ ഈ ജർമ്മൻ നിർമ്മിതായുധം നൽകിയിട്ടുള്ളത്. എന്താണ് ഈ ഗണ്ണിന്റെ ചരിത്രം? 2004 പ്രശസ്ത ആയുധ നിർമ്മാതാക്കളായ ഹെക്ലർ ആൻഡ് കോച്ച് ഈ റൈഫിൾ പുറത്തിറക്കുന്നത്. അമേരിക്കയുടെ പ്രശസ്തമായ ഡെൽറ്റ ഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം നിലവിലുണ്ടായിരുന്ന M4 റൈഫിളിന്റെ പോരായ്മകൾ പൂർണ്ണമായും പരിഹരിച്ചാണ് HK416 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഠിനമായ യുദ്ധ സാഹചര്യങ്ങളിൽ ഇത് എത്രത്തോളം ആക്റ്റീവായി പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, മണ്ണിലോ ചെളിയിലോ വീണാലും എന്തിന് വെള്ളത്തിൽ മുക്കിയെടുത്ത ഉടനെ ഫയർ ചെയ്താലും ഇത് ഒരു തടസ്സവുമില്ലാതെ വർക്ക് ചെയ്യും. അതിന് കാരണം ഇതിലെ പ്രൊപ്രൈറ്ററി ഗ്യാസ് പിസ്റ്റൺ സിസ്റ്റമാണ്. ഇതുള്ളത് കൊണ്ട് തന്നെ തോക്കിനുള്ളിൽ കാർബൺ അടിഞ്ഞുകൂടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ജാം ആകില്ല. ഒറ്റ മിനിറ്റിൽ 700 മുതൽ 900 ബുള്ളറ്റുകൾ വരെ ഇതിന് ഡെലിവറി ചെയ്യാൻ സാധിക്കും. അതായത് ഒരു സെക്കൻഡിൽ 12-ലധികം ബുള്ളറ്റുകൾ ശത്രുവിന് നേരെ പായും. ഇതിന്റെ കുറഞ്ഞ റീകോയിൽ കാരണം കമാൻഡോകൾക്ക് ലോങ് റേഞ്ചിലും വളരെ കൃത്യതയോടുകൂടി വെടിവെക്കാൻ സാധിക്കും. ഈ ഗണ്ണിന്റെ ഏറ്റവും വലിയ ഗുണം ഇതിന്റെ മോഡുലാർ ഡിസൈൻ ആണ്. ഒരു മിഷന്റെ ആവശ്യാനുസരണം സൈലൻസറുകൾ, നൈറ്റ് വിഷൻ തെർമൽ സ്കോപ്പുകൾ, ലേസർ ഗൈഡുകൾ, ഗ്രനേഡ് ലോഞ്ചറുകൾ എന്നിവയെല്ലാം വളരെ പെട്ടെന്ന് ഇതിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കാം. ഏത് അർദ്ധരാത്രിയിലും ഏത് പ്രതികൂല കാലാവസ്ഥയിലും കമാൻഡോകൾക്ക് ഇതിൽ ഏറ്റവും കാര്യക്ഷമമായി വർക്ക് ചെയ്യാൻ സാധിക്കും. 2011-12 കാലഘട്ടത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഗണ്ണുകൾ ഇന്ത്യൻ ആർമിയിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ ഡിഫൻസിൽ ആർമിയുടെ പാരഫോഴ്സ് മാത്രമല്ല ഇന്ന് ഇത് ഉപയോഗിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കീഴിലുള്ള അതീവ രഹസ്യ കമാൻഡോ വിഭാഗമായ SG, ഇന്ത്യൻ നേവിയുടെ മാർക്കോസ്, എയർഫോഴ്സിന്റെ ഗരുഡ് കമാൻഡോകളും ഈ ഗൺ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തെ പിടിച്ചുകുലുക്കിയ ഓപ്പറേഷൻ ഒസാമ ബിൻ ലാദനെ വധിക്കുവാൻ US നേവി സീലുകൾ ഉപയോഗിച്ചതും ഇതേ HK416 ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയാൽ റീതിങ്ക് കേരളം എന്ന ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും.